എടപ്പാൾ വട്ടംകുളം ചേർലശ്ശേരി കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലേക്ക്. എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലെ പോട്ടൂർ ചേർലശ്ശേരിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്നു. 35ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ തീവ്രമായ വേനലിൽ നിർഭാഗ്യവശാൽ തങ്ങളുടെ പ്രധാന ജലസ്രോതസ്സായ പഞ്ചായത്തിന്റെ പൊതുകിണറ്റിന്റെ ജലശേഷി പരിമിതമാകുകയായിരുന്നു. പല വീടുകൾക്കും സ്വന്തമായി കിണറുകൾ ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ കുഴൽ കിണറാണ് ഇവരുടെ ഏക ആശ്രയം. എന്നാൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കുഴൽ കിണറിന്റെ പമ്പ് സെറ്റ് തകരാറിലാകുകയും അത് പുനഃസ്ഥാപിക്കാൻ നടപടികൾ വൈകുകയും ചെയ്തതോടെ ഈ കുടുംബങ്ങൾ കടുത്ത ജല ദൗർലഭ്യം മുന്നിൽ കാണുകയായിരുന്നു. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഒരു കാര്യത്തിനും വെള്ളമില്ല. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത്. 2-3 മാസമായി വെള്ളം വാങ്ങൽ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് മോട്ടർ കേടുവന്ന് അത് ആരെ കൊണ്ടുപോയി എന്താന്നുള്ളത് എനിക്കറിയില്ല. അതോടുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം. മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും. ഇപ്പം വെള്ളമില്ല. ഇപ്പം ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം മേടിക്കുന്നത്. 1-2 കണ്ടിട്ട് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത്. 2000 ഉറുപ്പ്യ 1500 ഉറുപ്പ്യ അങ്ങനെ കൊടുത്തിട്ട് ഓരോരുത്തരും ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് വെള്ളം മേടിക്കുന്നത്. ഇപ്പോൾ ടാങ്കറുകളിലൂടെ വെള്ളം എത്തിക്കുക മാത്രമാണ് അവശ്യാവസ്ഥയിലുള്ള കുടുംബങ്ങളുടെ ഏക പരിഹാരം. എന്നാൽ 2 ദിവസത്തിൽ ഒരിക്കൽ 1000ഓളം ലിറ്റർ വെള്ളത്തിന് വൻ തുക നൽകിയാണ് ഈ മേഖലയിൽ താമസിക്കുന്ന കൂലി പണിക്കാരും സാധാരണ ജനങ്ങളും വെള്ളം വാങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ 3 മാസമായി വെള്ളം ഉണ്ടായിട്ട് ഞങ്ങളിപ്പോൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം അടിക്കുന്നത്. ഒക്കെ സാധാരണക്കാരാണ്, പണിക്ക് പോയിട്ട് അന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പാസ്സായ മോട്ടർ ഇപ്പോൾ അവർ കൊടുന്ന് വെച്ച് 1.5 വർഷം ആകുമ്പോഴത്തേനും കത്തിപ്പോയി. ഇപ്പോൾ അതിനെ പറ്റി ഒന്നുമില്ല, അവർക്ക് നേരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ മേടിച്ച ബില്ലില്ല, ഗ്യാരണ്ടി പേപ്പറില്ല, ഒന്നുമില്ല. അവിടെ പഞ്ചായത്തിലില്ല. 2,37,706 ഉറുപ്പ്യ പാസ്സായിട്ടുണ്ട്. ഇവരാകെ ചിലവാക്കിയത് ഇവിടെ മോട്ടർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ബാക്കി പൈസ ഇവർ എന്ത് ചെയ്ത് മോട്ടോർ പേര് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ്. മെമ്പറിനോട് വെച്ചപ്പോൾ മെമ്പർ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം പോലും ഇല്ല. പ്രസിഡൻറ്റിനെ കണ്ട്, സെക്രട്ടറിനെ കണ്ട് ഞാൻ വിവരാവശ്യത്തിന് കൊടുത്തിട്ട് അതിൻ്റെ പേപ്പർ മൊത്തം എനിക്ക് കിട്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ കറണ്ട് ബില്ലിൻ്റെ പണി കഴിച്ചത് 61,000 രൂപയുടെ കറണ്ട് ബില്ലിൻ്റെ പണി ചെയ്തിരുന്നത്ര. എന്ത് കറണ്ട് ബില്ലാണ് അവർ ചെയ്തത്? ഒരു വയറിങ് അവരവിടെ ചെയ്തിട്ടില്ല. മോട്ടർ കത്തിപ്പോയിപ്പോൾ അവർ കൊണ്ടുവെക്കുമ്പോൾ പറഞ്ഞാൽ അവർക്ക് ഇപ്പം നേരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രതിമാസം ആയിരങ്ങൾ വെള്ളത്തിനായി മാത്രം ചിലവാക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന പലർക്കും ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറുന്നു. 1.5 വർഷം മുൻപ് കുഴൽ കിണറിൽ സ്ഥാപിച്ച പമ്പ് സെറ്റ് പ്രവർത്തനരഹിതമാകുകയും പമ്പ് ഹൗസിന് ഭാഗികമായി തകർച്ച സംഭവിക്കുകയും ചെയ്തിരുന്നു. കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ചതിൽ പമ്പ് സെറ്റ് 1.5 വർഷം മുൻപാണ് പഞ്ചായത്ത് ഫിറ്റ് ചെയ്തത് എന്ന് നാട്ടുകാർ പറയുന്നു. പമ്പ് സെറ്റ് സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ച പമ്പ് ഹൗസ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. മനുഷ്യാവകാശപരമായി അടിസ്ഥാനാവശ്യമായ കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ അധികാരികൾക്ക് കഴിയാത്തത് വലിയ വീഴ്ചയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഈ അവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. എട്ടച്ചിയുടെ മോട്ടോർ വെച്ചിട്ട് ആ മോട്ടറിന് വെള്ളം അടിച്ചാലാണ് ഈ കുന്നത്ത് കയറുക. ഒരുപാട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏരിയയാണ്. ആ മോട്ടോർ ആ ഫോഴ്സിൽ വന്നാൽ തന്നെ നമുക്ക് പല ഭാഗത്തും വെള്ളം ഫില്ല് ചെയ്തിട്ട് വേണം, താഴെയുള്ള ഏരിയയിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് വേണം മേലേക്ക് കയറി വരാൻ. അത് 7.5 HP മോട്ടോർ വെച്ചിട്ട് ആ മോട്ടറാണ് ഇപ്പോൾ കത്തിപ്പോയി. ഇത് ഒരുപാട് മണിക്കൂറോളം വർക്ക് ചെയ്താലാണ് ഇത്ര ഏരിയയിലേക്ക് വെള്ളം കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഇവിടെ പാവപ്പെട്ട ആൾക്കാരാണ്. രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരത്ത് വരുന്ന ആൾക്കാരാണ്. ഈ സമയത്ത് വെള്ളം നമുക്ക് കിട്ടിയില്ലെങ്കിൽ വെള്ളത്തിന് എടുക്കൂ. പൈസ കൊടുത്തിട്ട് വെള്ളം കൊണ്ടിരിക്കാനുള്ള ഒരു സവിശേഷം ഇവിടെ ആർക്കുമില്ല. ഒരു കോളനിയാണ്. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ മോട്ടോർ പേര് ഇവിടെ എത്തിയത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ ഇവിടെ നാട് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടെത്താതെ ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക.